ഹലോ, അപ്പം നമുക്കിന്നൊരു ബ്ലൂ തീം ചാനൽ ചെയ്താലോ? അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞാണ് ബ്ലൂ തീം ചാനൽ ചെയ്യുമെന്ന്. കമൻറ്റ് വഴിയും മെസ്സേജ് വഴിയും ഞാൻ സ്കൂളിൽ പോകുമ്പോഴും അവിടെ നിന്ന് എൻ്റെ ട്യൂഷന് പോകുമ്പോഴും അവിടെ നിന്നൊക്കെ പറഞ്ഞായിരുന്നു. കാരണം എൻ്റെ ചാനൽ ബുക്കിൽ ഞാൻ കുറേ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ സ്കൂളിൽ കൊണ്ട് കാണിക്കും. നമ്മൾ സ്കൂളിൽ ഇരുന്ന് വരെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്ത ചാനൽ. അപ്പോൾ നമുക്കിനി അടുത്ത ചാനലിലോട്ട് പോവാം. അപ്പോൾ ഒരു ബ്ലൂ തീമാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. ആദ്യം റെഡ് തീം പറഞ്ഞു, അത് സ്കൂളിൽ നിന്ന്. പിന്നെ നമ്മളതിനെ മാറ്റി ബ്ലൂ തീമിലോട്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു വില്ലേജ് ടൈപ്പ് ബ്ലൂ തീമാണ്. വില്ലേജ് ടൈപ്പിന് വേണ്ടി ഞാൻ ഈ ഒരു സ്റ്റോറി ബുക്കിൽ നിന്ന്, എൻ്റെ പഴയ സ്റ്റോറി ബുക്കിൽ നിന്ന് കീറിയ പേജ് വെച്ച് ഞാൻ ബ്ലൂ തീം ചെയ്തു. പിന്നെ ഇത് ഞാൻ എൻ്റെ ന്യൂസ് പേപ്പറിലെ ഇതാണ്. അപ്പോൾ അതിനെ വെട്ടി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ അതിന് വെട്ടി എൻ്റെ പെയിൻറ്റ് ബ്ലൂ കളറാക്കി. പിന്നെ ഇത് ഞാൻ മുകളിൽ ബോർഡറായിട്ട് വയ്ക്കാൻ വേണ്ടി ഇത് പിങ്കായിരുന്നു. അതും ഞാൻ പെയിൻറ്റ് വെച്ച് ബ്ലൂ തീം ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രിൽസ് വരച്ചതാണ്, സ്കെയിലൊന്നുമില്ല, സ്കൂളിൽ നിന്ന് ചെയ്തതാണ് ഗൈസ്. ഇത് ദൃശ്യ ബ്രഷ് പെൻസും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെയ്തതാണ്. പിന്നെ നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ എല്ലാവരെയും മുഖ്യമാണ് കവായി സ്റ്റിക്കർ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കവായി സ്റ്റിക്കറും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂ തീം ജേണൽസ് തുടങ്ങാം. നിങ്ങൾ വേഗം പോയി കണ്ടോ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഫെവി സ്റ്റിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ചത്. രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വില്ലേജ് ടൈപ്പിന് ചെയ്യാൻ വേണ്ടി സ്റ്റോറി ബുക്കിൽ നിന്ന് കീറിയെടുത്തത് പകുതി നമ്മൾ കീറിയപ്പോൾ തന്നെ അത് പകുതി കീറി വന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ നടുക്കുന്ന കീറിയെടുത്ത് ഒരു മോഡലാക്കിയിട്ട് അത് നടുക്കൊട്ടിക്കാനായിരുന്നു എൻ്റെ പ്ലാന്. അതിനുശേഷം ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ അതിനെ ഒട്ടിക്കാനുള്ള ഏത് സൈഡിൽ വയ്ക്കണം അങ്ങനെയുള്ള പ്ലാനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഏതൊരു ചാനൽ ചെയ്താലും ഒരു പ്ലാൻ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാവൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായത് ബ്യൂട്ടി കിട്ടത്തില്ല. അതിനുശേഷം ഞാൻ ഗ്രിൽസ് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഗ്രിൽസിന് ഞാൻ കീറി എൻ്റെ ഫേവറേറ്റ് ചാനൽ ക്രാഫ്റ്റിൻ്റെ കടൽ ക്ലൗഡാണ്. നമ്മളെ സ്കൂളിലുള്ള എല്ലാ ഫ്രണ്ട്സിൻ്റെയും ഗേൾസിൻ്റെ മിക്കതും കടൽ ക്ലൗഡാണ് കേട്ടോ. അപ്പോൾ എൻ്റേതും ഫേവറേറ്റ് കടൽ ക്ലൗഡാണ്. അവിടുത്തെ ആര്യത്തേച്ച് ചെയ്യണത് കണ്ടിട്ട് ഞാൻ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രില്ല് വയ്ക്കാനുള്ള രീതിയൊക്കെ നോക്കിയിട്ട് അതിൻ്റേതായ രീതിയിൽ തന്നെ അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബ്യൂട്ടി വേണമെന്ന്. അപ്പോൾ അതെങ്ങനെ വയ്ക്കണമെന്നുള്ള പ്ലാനൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ വെച്ചത്. ശേഷം എഴുതൊക്കെ വന്ന് തുടങ്ങിയത്. അതായത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, വില്ലേജ് ടൈപ്പ് ജേണലിനോ അങ്ങനെ വല്ലതും നമുക്ക് തോന്നുന്ന രീതിയിൽ അത് എഴുതി വയ്ക്കാമെന്നുള്ള ഒരിതാണ്. എനിക്ക് എന്തൊക്കെയോ തോന്നി ഞാൻ അതങ്ങ് എഴുതി. വില്ലേജ് ടൈപ്പ് ബ്ലൂ ജേണലിന് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു. പിന്നെ കീപ്പ് മൂവിങ്ങും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളും ജേർണൽ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണേ. ജേർണൽ ചെയ്താൽ കഴിഞ്ഞ ഉടനെ എൻ്റെ താഴെ എൻ്റെ ഒപ്പിടും. ഇത്തവണ ഞാൻ നേരത്തെ ഒപ്പിട്ട് കവായി സ്റ്റിക്കറൊന്നും ഒട്ടിച്ചില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ കവായി സ്റ്റിക്കർ ആണ് നമ്മൾ അടുത്ത ഇത്. അപ്പോൾ ഞാൻ ഏതൊക്കെ തീം ഒട്ടിക്കണം, ഏതൊക്കെ സ്റ്റിക്കർ പാറ്റേണാണ് ഇത് ബ്ലൂ തീം ഉള്ളതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കാരണം അതിൽ നിന്നല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. വേറെ തീം അല്ലാത്തടുത്ത് ഒട്ടിച്ചാൽ അതൊരു മാതിരി ഇരിക്കും. അങ്ങനെ ഞാൻ എടുത്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റിക്കറൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റിക്കർ, അതായത് ഇതിന് പറ്റിയ തീമിലായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറേ മാസമായി, ഇപ്പോൾ 1 മാസമെങ്കിലായി കാണും ഞാൻ എടുത്ത് വീഡിയോ വെച്ചിട്ട്. ഇപ്പോഴാണ് വോയിസ് ഓവർ ചെയ്ത് എടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, നീ ഇതുവരെ ചാനലിൻ്റെ വീഡിയോ ചെയ്തില്ലേ? എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനമാണ് കേട്ടോ. അന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ കുറേ ദിവസം എടുത്ത് വെച്ചിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഇന്നാണ്. ഞാൻ ബ്ലൂടൂത്തിലുള്ള ഗാളൊക്കെ ഒട്ടിച്ചു. പിന്നെ ഒരു കീപ്പ് മൂവിങ് എന്ന് പറയുന്ന ഒരിതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സ്റ്റിക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പാണ്ടേനെ സ്റ്റിക്കർ ചെയ്യുന്നുള്ളതാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചത്. അപ്പോൾ എൻ്റെ ജേർണൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.